2020 ലോകം വളരെ മുൾമുനയിൽ നിന്ന ഒരു വർഷമാണ് കടന്നുപോയത്. ലോകത്തെമ്പാടും കൊറോണ എന്ന മഹാവ്യാധി പടർന്നു പിടിച്ച് നമ്മുടെ കൊച്ചു കേരളക്കരയെ പോലും കണ്ണീരിലാഴ്ത്തിയ നിരവധി സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 2020 ഡിസംബർ 23 മലയാളത്തറവാട് അക്ഷരാർത്ഥത്തിൽ കരഞ്ഞുപോയി. മലയാളത്തിൻ്റെ പ്രിയ കവയത്രി സുഗതകുമാര ടീച്ചർ അനന്തതയിൽ അലിഞ്ഞു ചേർന്ന ദിവസമായിരുന്നെന്ന്. കൃഷ്ണബിംബത്തെ തൻ്റെ കവിതകളിൽ ആവോളം ആവിഷ്കരിച്ച കവയത്രി മറ്റ് ഗോപികമാരിൽ നിന്ന് തികച്ചും വിഭിന്നയാണ് താനെന്ന് പ്രഖ്യാപിച്ചിട്ടും അഭിസാരിക എന്ന കവിതയിൽ മനുഷ്യരേവരും അവസാനമെത്തേണ്ട അന്ത്യബിന്ദുവും ശ്യാമകൃഷ്ണൻ തന്നെയാണെന്ന് പ്രഖ്യാപിച്ച കവയത്രിയും ഇരുൾ ചിറകുകളായും മുത്തുച്ചിപ്പിയായും പാതിരാപ്പൂക്കളായും രാത്രിമഴയായും അമ്പലമണിയുമായൊക്കെ പാവം മാനവഹൃദയമായും നമ്മുടെ ഹൃദയത്തിൽ കവിതയുടെ ശംഖധ്വനി മുഴക്കിയ കവയത്രി എഴുത്തുകാരൻ്റെ നിലപാട് എങ്ങനെയായിരിക്കണമെന്നത് നാം എപ്പോഴും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. തീർച്ചയായും ജനപക്ഷത്തായിരിക്കണം എഴുത്തുകാരൻ്റെ നിലപാടെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ അതിനും ഒരുപടി മീതെ കടന്ന് ഈ പ്രകൃതിയെയും അതിലെ സർവ്വചരാചരങ്ങളെയും ഈ അനന്തവിഹാസിനെയും അതുപോലെ പുഴകളെയും ഒക്കെ തൻ്റെ കവിതയിൽ ആവിഷ്കരിക്കുന്നതോടൊപ്പം എഴുത്തിനപ്പുറം തനിക്ക് ചിലത് പ്രവർത്തിക്കുവാനും കൂടിയുണ്ടെന്ന് സ്വജീവിതത്തിലൂടെ കാട്ടിത്തരികയായിരുന്നു ടീച്ചർ. അങ്ങ് സൈലൻ്റ് വാലി മുതൽ ആറന്മുള വരെ നീളുന്ന ടീച്ചറുടെ പ്രക്ഷോഭ ചരിത്രം നമുക്ക് മലയാളിക്ക് അഭിമാനത്തോടു കൂടി മാത്രമേ സ്മരിക്കാൻ കഴിയുകയുള്ളൂ. ആശ്രയമറ്റ് ആലംബനമറ്റ മനുഷ്യജന്മങ്ങൾക്ക് അഭയയായും അത്താണിയായുമൊക്കെ നിരവധി സ്ഥാപനങ്ങൾ ഈ മണ്ണിൽ ഉയർന്നു നിൽക്കുമ്പോൾ ടീച്ചർക്കുള്ള ഹൃദയാഞ്ജലി സമർപ്പിക്കുകയാണ് പറവൂർ പബ്ലിക് ലൈബ്രറി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഒസ്യത്ത് എഴുതി വെച്ച കവയത്രിയാണ് സുഗതകുമാര ടീച്ചർ. മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ ശവകുടീരത്തിൽ ഒരു പൂവ് വെക്കരുതെന്നും യാതൊരുവിധ മരണാനന്തര ചടങ്ങുകൾ വളരെ ലളിതമായി ചെയ്യുവാനും യാതൊരുവിധ ഔദ്യോഗിക ബഹുമതികളും തനിക്ക് വേണ്ടെന്നും ജീവിച്ചിരിക്കുമ്പോൾ അല്പം സ്നേഹം മാത്രം മതിയെന്നും ആഗ്രഹിച്ച കവയത്രിയെ വളരെ ഹൃദയാവർജകതയുള്ള ആത്മാർത്ഥതയുള്ള സ്നേഹമുള്ള നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആ കവയത്രിക്കുള്ള സ്നേഹാഞ്ജലിയാണ് പറവൂർ പബ്ലിക് ലൈബ്രറി ഇന്നിവിടെ നടത്തുന്നത്. ലോക്ക്ഡൗൺ തുടങ്ങിയ സമയം മുതൽ സർഗാത്മക പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം സാമൂഹിക പ്രവർത്തന രംഗത്തും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പറവൂർ പബ്ലിക് ലൈബ്രറി യാതൊരു പ്രവർത്തന പരിപാടികൾക്കും നാളിതുവരെ യാതൊരു ലോക്ക്ഡൗണും പ്രഖ്യാപിച്ചിട്ടില്ല. ഈ അവസരത്തിൽ സുഗതകുമാര ടീച്ചറെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങിൽ ടീച്ചർക്കുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടറും ആലപ്പുഴ SD കോളേജിലെ മലയാളം വകുപ്പ് അധ്യക്ഷനുമായിരുന്ന പ്രശസ്ത കവിയുമായ പ്രൊഫസർ നെടുമുടി ഹരികുമാർ സാറാണ്. സുഗതകുമാരി ടീച്ചർക്കുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പറവൂർ പബ്ലിക് ലൈബ്രറിയുടെ സുഗതകുമാരി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ അവസരം കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. മലയാള കവിതയ്ക്ക് തീർത്താൽ തീരാത്ത നഷ്ടമാണ് സുഗതകുമാരി ടീച്ചറിൻ്റെ വേർപാട്. ഒരു കവി എന്നുള്ള നിലയിലും പരിസ്ഥിതി പ്രവർത്തക എന്നുള്ള നിലയിലും സാമൂഹ്യ മണ്ഡലത്തിലെ സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ഒരു പോരാളി എന്നുള്ള നിലയിലും വിവിധ നിലകളിൽ വ്യക്തിത്വം അടയാളപ്പെടുത്തിയിട്ടുള്ള
ഒരു ധന്യാത്മാവായിരുന്നു സുഗതകുമാരി ടീച്ചർ. ടീച്ചറിനെ ഒരു കവി എന്നുള്ള നിലയിൽ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി ടീച്ചറിനുമായി എനിക്കുള്ള വ്യക്തിപരമായ ബന്ധത്തെ സംബന്ധിച്ച് ഒന്ന് സൂചിപ്പിക്കാമെന്ന് കരുതുകയാണ്. 2012 മുതൽ 16 വരെ ഞാൻ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്നു. ആ കാലയളവിലാണ് സുഗതകുമാരി ടീച്ചറുമായിട്ട് എനിക്ക് ഏറ്റവും അടുപ്പം സ്ഥാപിക്കാനായിട്ട് സാധിച്ചത്. അതിനൊരു കാരണവും കൂടിയുണ്ട്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന തളിര് മാസികയുടെ പത്രാധിപരായിരുന്നു സുഗതകുമാരി ടീച്ചർ. ആ നിലയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് നിരന്തരമായി ടീച്ചറുമായി കാണേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ അടുപ്പത്തിനുള്ള ഒരു പ്രത്യേക കാരണം. അതിനു മുമ്പ് തന്നെ ടീച്ചറിൻ്റെ കവിതകൾ വായിച്ചും കവിതകൾ പഠിപ്പിച്ചുമൊക്കെ വലിയ ഒരു ബന്ധം ആ നിലയിൽ ഹൃദയബന്ധം ഉണ്ടായിരുന്നു. ആത്മാവിൽ ഏറ്റെടുത്ത ഒരു കവിയാണ് സുഗതകുമാരി ടീച്ചർ. അപ്പോൾ തളിര് മാസികയെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടികളുടെ മാസികയാണ്. ആ മാസികയിൽ വരുന്ന മാറ്റർ, അതിൻ്റെ സൂക്ഷ്മ പരിശോധന തന്നെ ടീച്ചർ നടത്തുമായിരുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം. അതിലൊരു അക്ഷരത്തെറ്റ് വരാൻ പാടില്ല, അതിലൊരു വാക്യഘടനയ്ക്ക് വിഷയം ഉണ്ടാവാൻ പാടില്ല, അതിലെ കുട്ടികൾക്ക് പറ്റാത്തതായ ഒന്നും കടന്നു വരാൻ പാടില്ല. ഈ കാര്യത്തിലെല്ലാം അങ്ങേയറ്റത്തെ നിഷ്ഠ ടീച്ചറിനുണ്ടായിരുന്നു. മാറ്ററുകൾ വയ്യാതിരിക്കുമ്പോൾ പോലും ആ മാറ്ററുകൾ അതിലേക്ക് വരുന്ന മാറ്ററുകൾ മുഴുവൻ വായിക്കാനുള്ള ഒരു സന്നദ്ധത, വായിച്ച് തിരഞ്ഞെടുക്കാനുള്ള ഒരു സന്നദ്ധത ടീച്ചർ കാണിച്ചിരുന്നു എന്നുള്ളത് വളരെ കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ്. ആ കാലയളവിൽ പല കാര്യങ്ങളും അവിടെ ഇരുന്ന് സംസാരിക്കുക. എപ്പോഴും ടീച്ചർ പ്രക്ഷുബ്ധമായ ഒരു മുഖഭാവത്തോടു കൂടിയാണ് ടീച്ചറിനെ കാണാൻ പറ്റുന്നത്. ടീച്ചർ ചിരിച്ചു കാണുന്നത് വളരെ അപൂർവമാണ്. എന്താണ് ഈ പ്രക്ഷുബ്ധതയ്ക്ക് കാരണം എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ടീച്ചറിനെ കാണുമ്പോൾ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു സംഭവം ടീച്ചർക്ക് പറയാനുണ്ടാവും. ഒരു പെൺകുഞ്ഞ് ക്രൂരമായി പിച്ചു ചീന്തപ്പെട്ടതിൻ്റെ കഥ, അല്ലെങ്കിൽ അത് സ്വന്തം പിതാവിനാലോ അതുപോലെ അടുത്ത ബന്ധുക്കളാലോ ചെയ്യപ്പെട്ടതിൻ്റെ കഥ, അടുക്കുന്ന കഥ, ഇതൊക്കെ ആ മനസ്സിനെ എപ്പോഴും ഉലച്ചിരുന്നു എന്നുള്ളതാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ മനസ്സ് ശാന്തമായിരുന്നില്ല, ആ മനസ്സ് സന്തോഷം തിരയടിച്ചിരുന്നില്ല. സമൂഹത്തിൽ ചുറ്റുപാടുകളിൽ നടക്കുന്ന ക്രൂരതകൾ, തിന്മകൾ, ഇതെല്ലാം ടീച്ചറിനെ അങ്ങേയറ്റം വേദനിപ്പിച്ചിരുന്നു എന്നുള്ളത് ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സായിരുന്നു സുഗതകുമാരി ടീച്ചറിൻ്റെ എന്നുള്ളതാണ് നമ്മൾ ആദ്യവും അവസാനമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. അപ്പോൾ ഞാനീ പറഞ്ഞ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ ഡയറക്ടറായിരുന്ന കാലത്ത് ടീച്ചർ അകമഴിഞ്ഞ സഹായം നൽകിയിട്ടുണ്ട്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടീച്ചർ എഴുതി ഒരു മഹാഭാരതം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ മഹാഭാരത കഥയെ കുട്ടികൾക്ക് എത്രയും ലളിതമായി പറഞ്ഞു കൊടുക്കാമോ അത്രയും ലളിതമായി പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു പുസ്തകമാണ് സുഗതകുമാരി ടീച്ചറിൻ്റെ മഹാഭാരതം എന്ന് ഞാൻ പറയും. ആ നിലയിൽ ഉള്ള ഒരു പുസ്തകം, അത് എത്ര പേർ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ മഹാഭാരതത്തെ ഏറ്റവും സരസവും ലളിതവുമായിട്ട് എഴുതിയിരിക്കുന്ന ആ പുസ്തകം ഇപ്പോൾ ഓർത്തു പോവുകയാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ചുള്ള ആ പരിചയം തീർച്ചയായിട്ടും അത് എനിക്ക് മറ്റൊരു നേട്ടവും കൂടി തന്നു എന്നുള്ളത് ഇവിടെ സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരാൾ എന്ന സമാഹാരത്തിന്, കവിതാ സമാഹാരത്തിന് അവതാരിക ടീച്ചർ എഴുതി തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഏതായാലും വളരെ വലിയൊരു ആത്മബന്ധം, അടുപ്പം ടീച്ചറുമായി സ്ഥാപിക്കാനായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം സുഗതകുമാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള കവിതയിലെ ഒരു ഒറ്റ നക്ഷത്രമാണ്. പകരം വയ്ക്കാൻ മറ്റൊരാളില്ലാത്ത തരത്തിൽ ആ മലയാള കവിതയിലെ ഒരു ഏകാന്ത വിസ്മയമാണ് സുഗതകുമാരി ടീച്ചർ. കവിത ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുസ്യൂതം, അനർഗളം പ്രവഹിക്കുന്ന ഒന്നായിരുന്നു.
കവിത എഴുതാൻ വേണ്ടി ക്ലേശം ഒട്ടുമേ ക്ലേശം എന്ന് പറഞ്ഞാൽ കവിതയുടെ വരവ് ഒരു ക്ലേശത്തിൽ നിന്നാണ് എങ്കിൽ പോലും അതിൻ്റെ രചനയിൽ ടീച്ചറിന് അശേഷം ക്ലേശം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. മറിച്ച് വളരെ അനർഗളം, അനുസ്യൂതം, അവിഛിന്നം ആയി പ്രവഹിക്കുകയായിരുന്നു ടീച്ചറിൻ്റെ കവിത എന്നുള്ളത് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും. ടീച്ചറൊക്കെ കടന്നു വന്ന ഒരു കാലഘട്ടം, ടീച്ചറൊക്കെ കവിത എഴുതിയും പ്രവർത്തിച്ചുമൊക്കെ വന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു കാലയളവായിരുന്നു. ഒരുപാട് കണ്ടും കേട്ടുമൊക്കെയാണ്. അവർ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ്. ടീച്ചറിൻ്റെ പിതാവ് ബോധേശ്വരൻ സ്വാതന്ത്ര്യ സമര ഭടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുമൊക്കെ നമുക്ക് ഇന്നും നമ്മളെ കോരിത്തിരിപ്പിക്കുന്ന തരത്തിലുള്ള ദേശാഭിമാന പ്രോജ്വലങ്ങളായിട്ടുള്ള കവിതകളും ഗാനങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ളയാളാണ് ബോധേശ്വരൻ എന്ന് പറയുന്ന സുഗതകുമാരിയുടെ പിതാവ്. ഹൃദയകുമാരി, സുഗതകുമാരി, സുജാതാദേവി, ഇങ്ങനെ 3 പെൺമക്കളായി അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇവർ 3 പേരും സാഹിത്യരംഗത്ത് അങ്ങേയറ്റത്തെ സ്ഥാനം നേടിയിട്ടുള്ളവരായിരുന്നു എന്നുള്ളതും ആനുഷംഗികമായി ഓർത്തു പോവുകയാണ്. സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതകളെ സംബന്ധിച്ച് പൊതുവിൽ പറയുമ്പോൾ ഈ കാൽപ്പനിക കവിതയുടെ മണ്ഡലത്തിലാണ്, കാൽപ്പനിക കവിതയുടെ ചേരിയിലാണ് ടീച്ചറിൻ്റെ കവിതകളെ പ്രതിഷ്ഠിക്കാറുള്ളത്. ഈ കാൽപ്പനികത എന്ന് പറയുന്നത് ഇതൊരു അവസ്ഥയാണ്, ഇതൊരു ഹൃദയാവസ്ഥയാണ്. ആ ഹൃദയാവസ്ഥയാണ് ഇത്തരത്തിൽ ഒരു തീവ്ര വികാര പ്രചോദിതമായി എഴുതുന്നതിനും പറയുന്നതിനുമൊക്കെ പ്രേരണയാവുന്നത് എന്നുള്ളത് നമ്മൾ ചങ്ങമ്പുഴയിൽ അത് കാണുന്നുണ്ട്. ചങ്ങമ്പുഴയുടെ രചനകളിലെല്ലാം തന്നെ, കവിതകളിലെല്ലാം തന്നെ തീവ്ര വികാര പ്രചോദിതമായിട്ടുള്ള പ്രയോഗങ്ങളും അതിൻ്റെ സ്ഫുരണങ്ങളും കാണാറുണ്ട്. അപ്പോൾ അത് കാൽപ്പനികതയുടെ ഒരു സവിശേഷതയാണ്. ടീച്ചറിലും നമ്മളത് ആ രീതി കാണുന്നത്. പക്ഷേ ചങ്ങമ്പുഴയിൽ കാണുന്നത് പോലെ അല്ല സുഗതകുമാരി ടീച്ചറിൽ ഈ കാൽപ്പനികതയുടെ തീവ്ര വികാര വിക്ഷോഭം കാണുന്നത്. ഇത് സാമൂഹ്യമായ കുറേ കൂടെ ഒരു പരന്ന തലം സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതകൾക്കുണ്ട് എന്നുള്ളതാണ്. ചങ്ങമ്പുഴയിൽ നിന്നും കുഞ്ഞിരാമൻ നായരിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി സുഗതകുമാരിയുടെ കവിതകളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ ഈ അവരുടെ കവിതയിലെ ഓരോ മുഹൂർത്തങ്ങളും നമ്മൾ ഈ സിനിമയിൽ എന്ന പോലെ നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കും. മനസ്സിൽ മായാത്ത ചിത്രങ്ങളായിട്ട് നിൽക്കാൻ കഴിവുള്ള കെൽപ്പുള്ള കാവ്യബിംബങ്ങളെ അണിനിരത്തുന്നതിൽ അസാമാന്യമായ കരവിരുതും ചാതുര്യവുമുള്ള കവിയായിരുന്നു സുഗതകുമാരി. ഒരു ഉദാഹരണം, ഈ ഒരു കവിതയിലെ രാധയും കൃഷ്ണനും അവർ പ്രേമലോലുപരായി ഇരിക്കുന്ന ഒരു സന്ദർഭം ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കാട്ടിലെ കടമ്പ് മരത്തിൽ കാൽ തൂക്കിയിട്ടിരിക്കുന്ന രാധ താഴെ പടിഞ്ഞിരുന്ന് ഈ വളരെ ഏകാഗ്രതയോടുകൂടി അതിൽ കോലരക്കിൻ്റെ ചാറ് കൊണ്ട് ചിത്രം എഴുതുന്ന കണ്ണൻ. ഇങ്ങനെയാണ് ആ കവിത. കാടാണു കാട്ടിൽ കടമ്പിൻ്റെ കൊമ്പിലായി കാൽ തൂക്കിയിട്ടിരിപ്പാണു രാധ, താഴെ പടിഞ്ഞിരുന്നേകാഗ്രമായ അതിൽ കോലരക്കിൻ ചാറു ചേർപ്പു കണ്ണൻ, കോലും കുഴലും നിലത്തുവെച്ചും മയിൽ പീലിചായും നെറ്റിവേർപ്പണിഞ്ഞും ചാരിയിരിക്കുമാരാധതൻ താരൊത്ത താമരപ്പാദം കരത്തിലേന്തി ഉജ്ജ്വലിക്കുന്ന ചുവപ്പുവർണം കൊണ്ടു ചിത്രം വരയ്ക്കുകയാണു കണ്ണൻ, ഉജ്ജ്വലിക്കുന്ന ചുവപ്പുവർണം കൊണ്ടു ചിത്രം വരയ്ക്കുകയാണു കണ്ണൻ. ഇതൊരു വാങ്മയ ചിത്രമാണ്. നമുക്ക് മനസ്സുകൊണ്ട് കാണാം കൃഷ്ണൻ്റെയും രാധയുടെയും. രാധയെ അവിടെ മരത്തിൻ്റെ കൊമ്പിൽ കാല് തൂക്കിയിട്ട് ഇരുത്തിയിരിക്കുകയാണ്. കൃഷ്ണൻ ഇരിക്കുന്ന എവിടെയാണ്? താഴെ പടിഞ്ഞിരിക്കുകയാണ്. പടിഞ്ഞിരുന്നുകൊണ്ടാണ് കൃഷ്ണൻ ഈ രാധയുടെ താരൊത്ത താമരപ്പാദം കരത്തിലേന്തി കയ്യിലോട്ടിങ്ങനെ ഉള്ളം കയ്യിലോട്ട് വെച്ചിട്ട് കോലരക്കൊണ്ട് ചിത്രം വരയ്ക്കുകയാണ് ആ പാദങ്ങളിൽ. എത്ര മനോഹരമായ, എത്ര ഉജ്ജ്വലമായ ഒരു ചിത്രമാണ്. അതിൽ നിന്ന് എന്തെല്ലാം ഭാവങ്ങളാണ്, എന്തെല്ലാം വികാരങ്ങളാണ്, എന്തെല്ലാം
എന്താ പറയുന്നത്, അനിർവചനീയമായ അനുഭൂതിയുടെ തലങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് പകർന്നു കിട്ടുന്നത് എന്ന് ഓർക്കുക. ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നിരവധിയായി സുഗതകുമാരി ടീച്ചറുടെ കവിതകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് പറയുന്ന കവിതയെക്കുറിച്ച് ഞാനിവിടെ പ്രത്യേകിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അത്രമാത്രം വളരെ പ്രചാരമാർജിച്ച കവിതയാണ്. പക്ഷേ ആ കവിതയിലാണെങ്കിൽ പോലും അറിയും എന്നല്ലല്ലോ പറഞ്ഞത്. സുഗതകുമാരി അറിയുമെന്നല്ല പറഞ്ഞത്, അറിയില്ല എന്നാണ് പറയുന്നത്. അതിനു മുമ്പുള്ള കവികളൊക്കെ തന്നെ കൃഷ്ണൻ എൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ എന്നെ ഏറ്റവും കൂടുതൽ അറിയും, എന്നെ അറിഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു അഹങ്കാരത്തോടു കൂടിയാണ് എഴുതിയിരുന്നതെങ്കിൽ ആ അഹങ്കാരത്തെ മുഴുവൻ തകർത്തെറിഞ്ഞിട്ടാണ് എന്നെ സ്ത്രീയെ അറിയുന്നില്ല, പെണ്ണിൻ്റെ വേദന അറിയുന്നില്ല, രാധയെ അറിയുന്നില്ല, സുഗതകുമാരിയെ അറിയുന്നില്ല എന്നല്ല, രാധയെ അറിയുന്നില്ല, രുക്മിണിയെ അറിയുന്നില്ല കൃഷ്ണൻ എന്നുള്ള ആ ഒരു പരിദേവനമാണ്, ആ ഒരു പരിഭവമാണ് സുഗതകുമാരി ഈ കവിതയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു വ്യത്യസ്തത, അതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രത്യേക രൂപം, ഭാവം കവിതയ്ക്ക് കൈവരിക്കാൻ അല്ലെങ്കിൽ പകർന്നു നൽകുവാനായിട്ട് സുഗതകുമാരി ടീച്ചറിന് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ അതാണ് ഒരു കൃഷ്ണപക്ഷത്ത് നിന്നുകൊണ്ട് രാധയെ അറിയുന്നു, അല്ലെങ്കിൽ രുക്മിണിയെ അറിയുന്നു, പെണ്ണിനെ അറിയുന്നു, സുഗതകുമാരിയെ തന്നെയും അറിയുന്നു എന്നുള്ള നിലയിൽ അയ്യപ്പപ്പണിക്കർ ഗോപികാദണ്ഡകത്തിൽ അറിയുന്നു ഗോപികയെ നിന്നെ ഞാൻ എൻ്റെ ഈ വരളുന്ന ചുണ്ടിലെ നനവാർന്നൊരു ഓർമ്മതൻ മധുവായി മധുരമായി അറിയുന്നു എന്ന് പറഞ്ഞ് ഗോപികാദണ്ഡകം എന്ന് പറയുന്ന കവിത എഴുതാൻ പ്രേരകമായത്. അപ്പോൾ ഏതായാലും ശരി തന്നെ ആ ഒരു കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതകളുണ്ട്. രാത്രിമഴ മറ്റൊരു വളരെ പ്രസിദ്ധമായിട്ടുള്ള കവിതയാണ്. ആ രാത്രിമഴയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഒരുപാട് കാതരമായ നമ്മുടെ മനസ്സിൽ തുടിച്ചു നിൽക്കുന്ന പല ഭാവങ്ങളുണ്ട്. പക്ഷേ അതൊരു ഭ്രാന്തിയെപ്പോലെ എന്നൊരു കൽപ്പന അതിനകത്ത്. രാത്രിമഴയെ ഈ മുടി അഴിച്ചിട്ട് ചറവ എന്തൊക്കെയോ പുലമ്പി നടക്കുന്ന ഭ്രാന്തിയെപ്പോലെ കൽപ്പിക്കുന്ന ആ ഒരു ചിത്രമുണ്ട്. അത് വരുമ്പോഴേക്കും അതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ചിത്രം നമുക്ക് വരച്ച് കാട്ടിത്തരികയാണ് സുഗതകുമാരി ചെയ്യുന്നത്. സുഗതകുമാരിയുടെ കവിതയിൽ ക്യാമറയുടെ കണ്ണുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിശയോക്തി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമേൽ അവരുടെ ആ നിരീക്ഷണം, അവർ വരയ്ക്കുന്ന എന്താ പറയുക, വാക്കുകൊണ്ട് ചിത്രം മുമ്പേ പറഞ്ഞ പോലെ വാക്കുകൊണ്ട് ചിത്രം വരയ്ക്കാനുള്ള അന്യാദൃശ്യമായ ആ കഴിവാണ് ആ കവിതയെ ഏറ്റവും കൂടുതൽ ആകർഷണീയമാക്കിയിട്ടുള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ആദ്യകാലത്ത് കവിത മാത്രമായി അമ്പലമണിയും ഒക്കെ ആയിട്ട് ടീച്ചർ ഇങ്ങനെ കവിതയുടെ രംഗത്ത് നീങ്ങി മുന്നോട്ട് വരുന്ന ആ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 80കളിലാണ് ശരിക്കും സജീവമായിട്ട് ആദ്യകാലത്ത് അന്തർമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന സുഗതകുമാരി ഒരു ബഹിർമുഖ വ്യക്തിത്വത്തിലേക്ക് വരുന്നത് 80കളോടുകൂടിയാണ്. അന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അതിരൂക്ഷമായി രൂപപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കുന്ന, പരിസ്ഥിതിയെ തകർക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തോടുള്ള കലാപമായിരുന്നു സുഗതകുമാരി നടത്തിയത് എന്നുള്ളത്. സൈലൻറ്റ് വാലി പ്രക്ഷോഭം എന്നൊക്കെ പറയുന്നത് ആ നിലയിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ലേഖനങ്ങൾ എഴുതുകയും കവിതകൾ എഴുതുകയും ഒക്കെ തുടർച്ചയായി ചെയ്തിരുന്നു. പ്രകൃതി സംരക്ഷണം എന്നുള്ള ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് കവിതകൾ എഴുതുകയും ലേഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു സുഗതകുമാരി എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഭരണകൂടങ്ങളോടും ഭരണാധികാരികളോടും അവർക്ക് വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്, ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും ആ ഏറ്റുമുട്ടലുകളൊന്നും അവർ കാര്യമായ മറ്റുള്ളവരും അതിനെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് നാം കരുതേണ്ടത്. വിമർശനങ്ങൾ മരക്കവിതയാണ്, സുഗതകുമാരി എഴുതുന്നത് മരക്കവിതയാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായി. സീതി ഹാജി എന്ന് പറയുന്ന ഒരു MLA അന്ന് ചോദിച്ചു, സുഗതകുമാരി പറയുന്നത് കേട്ടാൽ തോന്നും കടലിൽ മരങ്ങളുണ്ടായിട്ടാണ് കടലിൽ മഴ പെയ്യുന്നതെന്ന് തോന്നുമെന്ന് പറഞ്ഞ ഒരു കമൻറ്റ് ഇപ്പോൾ സാന്ദർഭികമായിട്ട് ഓർത്തു പോവുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ കലാപം നടത്താനായിട്ട്, സർഗാത്മക കലാപം നടത്താനായിട്ട് സുഗതകുമാരി ഒരുക്കമായിരുന്നു, അതിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു. അതാണ് സൈലൻറ്റ് വാലിയിലും അട്ടപ്പാടിയിലും
തുടർന്ന് നമ്മൾ ആറന്മുള വിമാനത്താവളത്തിൻ്റെ വിഷയത്തിൽ പോലും നാം കാണുന്നത് അതാണ്. അപ്പോൾ ഇതൊക്കെ പരിസ്ഥിതിക്ക് തകരാറുണ്ടാക്കുന്ന, പരിസ്ഥിതിയെ തകർക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതിൽ നിന്ന് സർക്കാരും ഭരണകൂടവും പിന്നോട്ട് പോകണം, ഇതൊന്നുമല്ല വികസനം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു സുഗതകുമാരി മുന്നോട്ട് വച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു അമ്മ മനസ്സിൻ്റെ ഏറ്റവും ശക്തമായ സാന്നിധ്യമായിരുന്നു. അതാണ്, ഒരമ്മയെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിന് അമ്മയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സുഗതകുമാരിയുടെ നഷ്ടം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അമ്മയെ നഷ്ടപ്പെട്ട പോലുള്ള ഒരു നഷ്ടമാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ ഒന്ന് പറയാൻ, സുകുമാർ അഴീക്കോടിനെ പോലെയും സുഗതകുമാരിയെ പോലെയും ഒക്കെ ഈ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മപക്ഷത്തിന് വേണ്ടി വാദിക്കാനായിട്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് എഴുത്തുകാരും ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും ഇല്ല എന്നുള്ളതുകൂടെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു സത്യമാണ്. അപ്പോൾ അങ്ങനെ ഏതായാലും ഈ കവിതകളിൽ തന്നെ മുന്നേറുന്ന സമയത്ത് പിഞ്ചു പെൺകുട്ടികളുടെയും അതുപോലെ നിരാലംബരുടെയും ഒക്കെ സംരക്ഷണത്തിനായി അഭയ എന്ന് പറയുന്ന ഒരു അഭയഗ്രാമം തന്നെ തിരുവനന്തപുരത്ത് അവർ തീർത്തു. വളരെ ചെറുപ്രായത്തിൽ വിധവകളാകുന്നവരെ, ബലാത്സംഗത്തിന് ഇരയാവുന്ന, അത് വീട് വിട്ടിറങ്ങി പോകേണ്ടി വരുന്ന പെൺകിടാങ്ങൾ, സ്ത്രീകൾ, ഭ്രാന്തിൻ്റെ പേരിൽ ഭ്രാന്താശുപത്രികളിൽ ചെന്ന് അവിടുത്തെ ദുരിതമയമായ അന്തരീക്ഷത്തിൽ, ഉളമ്പറ ആശുപത്രിയിലൊക്കെ സുഗതകുമാരി സന്ദർശനം നടത്തി അവിടുന്ന് അവരെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന, അഭയയെ കൊണ്ട് താമസിപ്പിച്ച കഥകളൊക്കെ നമ്മൾക്കറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ അശരണരുടെ, നിരാലംബരുടെ രക്ഷയ്ക്കും അവരുടെ സംരക്ഷണത്തിനും ആയി അവർ 3-4 സംഘടനകൾ തിരുവനന്തപുരത്ത്, സ്ഥാപനങ്ങളും അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് സുഗതകുമാരി മുന്നോട്ട് പോയി. ഈ ദുഃഖങ്ങൾ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായിരുന്നു. അപ്പോൾ ചുറ്റുപാട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ടിട്ട് അതിൻ്റെ ഒരു തീവ്ര വിക്ഷുബ്ധതയിൽ ഒരു നിമിഷത്തിൽ സുഗതകുമാരി എഴുതി, ഇനി ഈ മനസ്സിൽ കവിതയില്ല, ഇനി എന്നോട് ആരും കവിത ചോദിച്ച് വരണ്ട, കവിതയ്ക്ക് വരുന്ന കൈനീട്ടി വരുന്നവരെ വെറും കരവുമായി പോകൂ, തിരിച്ചു പോകൂ എന്നിട്ട് സുഗതകുമാരി എഴുതി. അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യമായിരുന്നു ഇപ്പോഴും നിലനിൽക്കുന്നു നമ്മുടെ ഈ കേരളത്തിലുണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് കവിതയെഴുത്ത് നിർത്തി എന്ന അർത്ഥം അതിന് ഉണ്ടായിരുന്നില്ല. അത് പലരും അങ്ങനെ ധരിച്ചു. സുഗതകുമാരി ടീച്ചർ ഇനി കവിത എഴുതില്ല എന്ന് ധരിച്ചിരുന്നത് അവരുടെ മണ്ടത്തരം എന്ന് മാത്രമേ പറയാനുള്ളൂ. ടീച്ചർ പിന്നെയും എഴുതി, ഒരു പാട്ട് പിന്നെയും പാടുന്നു, ചിറകുടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സുഗതകുമാരി കവിതയിലേക്ക് തിരിച്ചു വന്നു. നല്ല നല്ല കവിതകൾ വീണ്ടും നമുക്ക് കിട്ടുകയുണ്ടായി. അതങ്ങനെ അനുസ്യൂതം തുടർന്നു പോരുന്ന അവസരത്തിലാണ് വാർദ്ധക്യ സഹജമായ അസുഖവും കോവിഡ് എന്ന മഹാമാരിയും ഈ വലിയ സർഗസമ്പത്തിനെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ട് പോയത് എന്നുള്ളത് അത്യന്ത വേദനാജനകമായ ഒരു കാര്യമാണ്. ടീച്ചറിൻ്റെ ഓരോ കവിതകളെയും എടുത്തെടുത്ത്, ഇപ്പോൾ ഈ കൊല്ലേണ്ടതെങ്ങനെ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, എത്ര പേരത് വായിച്ചു. അത് ഈ ബുദ്ധിമാന്ദ്യം ബാധിച്ച, ഡിഫറൻ്റ്ലി ഏബിൾ എന്നാണ് അവരെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഒരമ്മ ഈ കുട്ടിയെ കൊന്നു കളഞ്ഞാൽ എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരു സന്ദർഭമാണ്. കാരണം അമ്മയ്ക്ക് പ്രായമായി, ഇത് പെൺകുട്ടി വളർന്നു വരികയുമാണ്, പക്ഷേ ബുദ്ധിമാന്ദ്യമുള്ളതാണ്. ആ കുട്ടിയെ നോക്കാൻ ആരുമില്ല. ഇവളുടെ ഭാവി എന്താകും? അതുകൊണ്ട് എന്താ പറയുന്നത്, ഈ ക്രൂരതയുടെ, നൃശംസതയുടെ ഈ ലോകത്തിന് മുമ്പിലേക്ക് എൻ്റെ ഈ പാവം മാൻകുരുന്നിനെ വിട്ടുകൊടുക്കാതെ ഇവളെ ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് കൊന്നാലെന്ത് എന്ന് ചിന്തിക്കുന്ന അമ്മയുടെ ഒരു വിക്ഷുബ്ധമായ ഒരു മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അതാണ് കൊല്ലേണ്ടത് എങ്ങനെ. പക്ഷേ ആ അമ്മയ്ക്ക് കൊല്ലാൻ കഴിയുന്നുമില്ല. വളരെ ഈ ലാളിച്ച് വളരെ അവളുടെ ഓരോ കാര്യങ്ങളും അമ്മയാണ് ചെയ്തു കൊടുക്കുന്നത്. അവളുടെ നഖത്തിലെ അഴുക്ക് എടുത്തു കൊടുക്കാൻ സ്വന്തമായി എടുത്ത് കളയില്ല, അതുപോലും എല്ലാം ശൗചിക കർമ്മങ്ങളും എല്ലാം ചെയ്തു കൊടുക്കും, പ്രായമായിട്ടും ചെയ്തു കൊടുക്കുന്ന അമ്മ. ആ അമ്മ ഇനി എനിക്ക് ശേഷം ഇവളെ ആര് നോക്കും എന്ന് ചിന്തിച്ചിട്ട് അവളെ കൊന്നു കളഞ്ഞാലെന്ത് എന്ന് ആലോചിക്കുന്ന ഒരു കവിതയാണ് കൊല്ലേണ്ടതെങ്ങനെ
എന്നുള്ള ആ കവിത, അതൊക്കെ വായിച്ച് മനസ്സ് തകർന്നു പോകുന്ന കവിതകളാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള എന്തുകൊണ്ട് ടീച്ചർ ചിരിക്കുമായിരുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. എവിടെ സങ്കടം, എവിടെ ദുഃഖങ്ങളുണ്ടോ, സങ്കടങ്ങളുണ്ടോ, എവിടെ പരാതികളും പ്രശ്നങ്ങളുമുണ്ടോ, അങ്ങനെയുള്ളിടത്ത് ആയിരുന്നു ടീച്ചറിൻ്റെ മനസ്സെപ്പോഴും. സ്വന്തം സന്തോഷം അതൊരിക്കലും അവർ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു കവി മനസ്സായിരുന്നു സുഗതകുമാരിയുടെ കവി മനസ്സ് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. ഈ വ്യക്തി ദുഃഖത്തിൽ നിന്നും, സ്വകാര്യ ദുഃഖത്തിൽ നിന്നുമൊക്കെ കവിതകൾ വാറ്റിയെടുക്കുന്ന പ്രതിഭാധനരായ ഒരുപാട് കവികൾ നമുക്കുണ്ട്. പക്ഷേ ഒരു സാമൂഹ്യ ദുഃഖത്തിൽ നിന്ന്, സാമൂഹ്യ ദുഃഖത്തെ വ്യക്തി ദുഃഖമാക്കി പരിണമിപ്പിച്ചിട്ട്, വ്യക്തി ദുഃഖമായി ഏറ്റെടുത്ത് അത് ഉജ്ജ്വലങ്ങളായ കവിതകളാക്കി മാറ്റുകയായിരുന്നു സുഗതകുമാരി ചെയ്തത് എന്നുള്ളതാണ് സുഗതകുമാരി എന്ന കവയത്രിയുടെ നിതാന്ത പ്രസക്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.